ചങ്കാളെ എന്നെ സ്നേഹിക്കണം ഒത്തുമണികളെ. അപ്പൊ ഞമ്മക്ക് ഇന്നലെ ഒരു വത്തക്കൻ്റെ മുറി കൊണ്ടുവന്നിന് കേട്ടോ. ഇന്ന് അനുസത്യാടെ കണ്ട് മക്കൾക്കൊന്ന് സ്കൂളില്ല. അപ്പൊ ഇന്ന് മൂത്തമ്മ വത്തക്കൻ്റെ സുർക്കിയിലിട്ടേരിയും വത്തക്ക സുർക്കിയിലിട്ടേരി എന്ന് പറയും. ഞാനിന്ന് കഞ്ഞി കൂട്ടാനുണ്ടാക്കാൻ പുറപ്പെട്ടപ്പോഴത്തേന് ഓർക്ക് വത്തക്കപ്പിലിടാൻ പോയോ സുർക്കിരി. ഇതൊന്ന് ഇട്ട് നോക്കട്ടെ മക്കളെ, എങ്ങനെ ഉണ്ട് രസം എന്ന് അറിയാലോ നമുക്ക്. അപ്പൊ ഇത് വത്തക്ക നോക്കാൻ പോകാം മക്കളെ. അല്ലേ, ഞമ്മളിപ്പോൾ വത്തക്ക ദൂർക്കിയല്ലോ. ഇനിയിപ്പോൾ ഇത് ഈ പാത്രത്തിൽ ഇട്ടട്ടെ മക്കളെ. നമ്മൾ വത്തക്ക ഒരു പാത്രത്തേക്ക് ഇടുക, അടുപ്പിലൊരു പാത്രത്തേക്ക്. ഇനി മുളകും കൂടി ഇന്നിട്ട് മക്കളെ അടക്കി മുളക് ഇട്ടേ. ചീരമുളക് ഉണ്ടെങ്കിൽ മക്കളെ, ചീരാപ്പറങ്കി മുളക് ഉണ്ടെങ്കിൽ ഇടുക ഏറ്റവും നല്ലത്. നല്ല എരിവ് കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പം ഇപ്പം ചീരാപ്പറങ്കി ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഈ മുളക് ഇട്ടത്തിന് മുഖത്തുകളെ ഇത് നല്ല ഗൗരവിൻ്റെ എരിവ. ഒടവെളുത്താണ് ചൂടുവെള്ളം. ഇനി നമ്മൾ അടച്ചക്കട്ടെ കേട്ടോ. നമ്മൾ കുറച്ച് നേരം അടച്ചക്കട്ടെ, ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ചക്കണം. അപ്പം നമ്മളിത് മക്കളെ ഒരു സ്പൂണ് പഞ്ചസാര, ഇപ്പിട്ട് നമ്മൾ സൂക്കാം. ഇനി വത്തക്കൻ്റെ വെള്ളം അധികം പാലിട്ട മക്കളെ. വത്തക്കട്ട വെള്ളം ഇനി നല്ലോണം തിളക്കട്ട മക്കളെ. അപ്പം മക്കളെ നമ്മളെ വെള്ളം നോക്കണേ നല്ലോണം തളിച്ചുട്ടോ. എന്ത് സുർക്കൻ്റെ വെള്ളം, പഞ്ചസാരി, ഉപ്പിട്ട വെള്ളം നല്ലോണം തളിച്ചു. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറണം മക്കളെ. അപ്പോൾ ഇത് ഓഫാക്കട്ടെ, അടക്കട്ടെ. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ. ചൂടാറിക്കട്ടെ മക്കളെ. അപ്പം ഇത് വെച്ചോണ്ടോ. ഇനി ഇത് കണ്ടു കളി. അപ്പം മക്കളെ നമ്മൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നുമ്പോൾ കാട്ടിത്തണ്ട്. നമ്മൾ വത്തക്ക മക്കളെ സുർക്കിയിലിട്ട് വെച്ചിട്ട് 2 മണിക്കൂറായിട്ട് ഇനി തുറന്നോട്ടൊക്കെ എന്താ അതിൻ്റെ സാമ്പിൾ അറിയാനേ. ഇൻ്റെ മക്കളെ ആരിത് കണ്ടുപിടിച്ചു നല്ല ടേസ്റ്റാട്ടാ മക്കളെ. നമ്മളെ വത്തക്കപ്പഴം ഉണ്ടാക്കണമൊന്നും രസമല്ല, ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികളില്ല കുടിയിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തിന്ന് നോക്കിയാൽ അറിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് തിന്ന് നോക്കണേ വല്ലാത്ത രസമാണ് മക്കളെ. എരിവിന് എരിവുണ്ട്, ഇപ്പിന് ഇപ്പുണ്ട്, മധുരത്തിന് മധുരമുണ്ട്, സുർക്കക്ക് സുർക്കിയുണ്ട്. പൊന്നാര മക്കളെ അടിപൊളിയാട്ടോ മക്കളെ. ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിന് മുന്നിട്ട് എന്നിട്ട് മതി കമൻറ്റ്. അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുത്തോളി മക്കളെ.